വെബ്സൈറ്റ് റിക്വയർമെന്റ് നമുക്ക് മൺഡേ തന്നെ ഡെലിവറി ചെയ്യണം. അതുകൊണ്ട് വീണ, ടോണി, നിങ്ങൾ രണ്ടുപേരും ഈ വീക്കെൻഡ് വർക്ക് ചെയ്യേണ്ടി വരും. മനു, സാറ്റർഡേ ഒക്കെയാണ്. സൺഡേ ഞങ്ങൾ രണ്ടുപേർക്കും പറ്റില്ല. മാത്രമല്ല മൺഡേ. എനിക്ക് എത്ര ഉറപ്പില്ല. എന്ന് സൺഡേ വർക്ക് ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒഴിവുണ്ടല്ലോ. അത് മനു, ഞങ്ങൾ രണ്ടുപേരും സൺഡേ സ്കൂൾ ടീച്ചേഴ്സാണ്. ഞങ്ങൾക്ക് പള്ളി പോകണം. എന്തിനും ഏതിനും ഓരോ എക്സ്ക്യൂസ് ഉണ്ട്. പള്ളി, കാറ്റഗിസം, തേങ്ങ, മാങ്ങ. സൗമ്യ, ജിമ്മി, അങ്ങനെയാണെങ്കിൽ ഇവർക്ക് പകരം നിങ്ങൾ വരേണ്ടി വരും. എന്തായാലും ഇന്ന് ഫ്രൈഡേ അല്ലേ, ഈവനിങ് നമുക്ക് പബ്ബിൽ വെച്ച് കാണാം. ഹേ മനു, ഇത് ഇങ്ങനെ ചെയ്താൽ മതി, ഒന്നൊന്ന് ചെക്ക് ചെയ്തേ. ഇത് ഓക്കെയാണ്, പ്രൊസീഡ് ചെയ്തോളൂ. ഓക്കെ, താങ്ക്സ് മനു. എന്താ വീണ, പള്ളിയും കാറ്റഗിസം ഒന്നും പോരാഞ്ഞിട്ടാണോ കഴുത്തിൽ കുരിശും ചുമന്ന് നടക്കുന്നത്? ആ, ഇതിന്റെ വില മനുവിന് ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഏത്തിസം പറഞ്ഞ് നടക്കല്ലേ. പക്ഷെ അനുവിന് അത് മനസ്സിലാകും. വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിച്ചാൽ മതി. മനു, ലെറ്റ്സ് ഗോ. ഓക്കെ ജിമ്മി, ഏതാ വിടുന്നു. ഓക്കെ. ശരി വീണ, നമുക്കത് വെടിനിർത്തി വെച്ച് കാണാം. സീ യു അറ്റ് ദി ക്ലബ്. മാതാവേ, എൻ്റെ അമ്മേ, എൻ്റെ അപേക്ഷിക്കാതെ അവരും കിട്ടിട്ടുള്ളമേ. ആമേ. ഓ, ഇന്നും ഉണ്ടോ ഇത്? ഈശോമിശിഹായ്ക്കും സഹായിക്കട്ടെ. നിന്റെ ഒരു സ്തുതി. മനു, ഇന്ന് 4 കാലിലാണോ? കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? എനിക്കൊന്നും വേണ്ട. എന്താ മനു ഇങ്ങനെ? അപ്പൂന്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് എത്ര നാളായി? ഓഫീസ് ജോലി, ഉറക്കം, ഇതല്ലാതെ മനുവിന് ഒന്നിനും സമയമില്ല. നീ എനിക്ക് അല്പം സ്വസ്ഥത തരുമോ? ഓഫീസിലും ഇല്ല, ഇവിടെയില്ല. പ്ലീസ് ജസ്റ്റ് ലീവ് മീ അലോൺ. എന്നാ ഞാൻ ഒന്നും പറയുന്നില്ല. ഹായ് അനു, സുഖമാണോ? കുറേ ദിവസമായല്ലോ കണ്ടിട്ട്. ഹായ് വീണ, സുഖം തന്നെ. ഹായ് ടോണി. ഹലോ. ഞാനിപ്പോ സാധാരണ രാവിലത്തെ കുർബാനയ്ക്കാ വരാറ്, അതാ കാണാത്തെ. അത് പറ. അനു ഓക്കെ ആണോ? കണ്ണൊക്കെ ആകെ ചുമന്നിരിക്കുന്നല്ലോ. ഞാൻ ഓക്കെയാണ് വീണ. മനുവിനെ കുറിച്ചുള്ള ആദ്യം മാത്രമേ ഉള്ളൂ. മോളെ നഷ്ടപ്പെട്ട ശേഷം മനു ആളാകെ മാറി. അതെ, ഞങ്ങളും നോട്ടീസ് ചെയ്തായിരുന്നു. ഒന്നും പറയണ്ട. എല്ലാ ദിവസവും 4 കാലിലാണ് വരുന്നത്. എന്നോടും അപ്പനോടും സ്നേഹത്തോടെ സംസാരിച്ചിട്ട് കാലങ്ങളായി. കഴിഞ്ഞ ദിവസം മനു വളരെ വയലന്റ് ആയിരുന്നു. നിങ്ങൾക്കൊന്ന് സംസാരിച്ചുകൂടെ? തീർച്ചയായും അനു, ഞങ്ങൾ മനുവായി സംസാരിക്കാം. താങ്ക് യു വീണ. താങ്ക് യു ടോണി. എന്നാൽ ഞാൻ പൊക്കോട്ടെ, അപ്പൂന് ഫുട്ബോളുണ്ട്. Okay, see you later. ബൈ ബൈ. ഞങ്ങൾ മിലാനുവിനെ കണ്ടിരുന്നു. ഷീസ് വറീഡ് അബൌട്ട് മനു. അതെന്ത് പറ്റി? മോളുടെ കാര്യം അറിയാലോ. ഇപ്പോൾ ഇന്നും മദ്യപിച്ച് വീട്ടിൽ ബഹളമാണ്. ഇവിടുത്തെ അവസ്ഥ കണ്ടില്ലേ? അത് വളരെ കഷ്ടമാണല്ലോ. അതെ, നമുക്ക് മനുവായി ഒന്ന് സംസാരിക്കണം. എന്തായാലും നമുക്ക് ഈ വർക്ക് പെട്ടെന്ന് തീർക്കാം. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ടെൻഷൻ കുറയ്ക്കാൻ സഹായിക്കുമെന്ന്. ഉറപ്പായും. എന്താണ് എല്ലാരും കൂടെ? മനു, നത്തിങ് ടു വറി. ഞങ്ങൾ 2 റിക്വയർമെന്റ്സും തീർത്തു. ഓ, ദാറ്റ് ഈസ് വണ്ടർഫുൾ ന്യൂസ്. ഐ എം സോ റിലീവ്ഡ്. താങ്ക് യു സോ മച്ച്. അത് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അടുത്ത പ്രൊജക്ട് ഉടനെ സ്റ്റാർട്ട് ചെയ്യാം. മനു, വെയിറ്റ്. ഞങ്ങൾക്ക് മനുവിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താണ്, പറയൂ. മനു പഴയ മനുവല്ല. ഞങ്ങൾ ഇന്നലെ അന്നുവിനെ അപ്പനെയും കണ്ടിരുന്നു. അവരെല്ലാം ഞങ്ങളുടെ അടുത്ത്. മനുവിന് എന്താ പറ്റിയത്? മനുവിന് ഇടയ്ക്ക് ഞങ്ങളുടെ കൂടെ പുറത്തൊക്കെ വന്നൂടെ? ആ, നിങ്ങളോട് പള്ളി പരിപാടിക്ക് വരാനല്ലേ? അതിന് ഞാനില്ല. ദൈവവും പള്ളിയുമായുള്ള ബന്ധമൊക്കെ ഞാൻ പണ്ടേ മുറിച്ചതാ. നിങ്ങൾക്കറിയില്ല, വളരെ ആഗ്രഹിച്ച് ഞങ്ങൾക്കുണ്ടായ ഞങ്ങളുടെ മകളെ പറക്കമുറ്റുന്നതിന് മുന്നേ ഈ ലോകത്തിൽ നിന്നും വിളിച്ചുകൊണ്ടുപോയ ദൈവത്തിലാണോ ഞാൻ വിശ്വസിക്കുന്നത്? മരണം ഒന്നിന്റെ ഒരു അവസാനമല്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുന്നല്ലേ യോനാന്റെ സുവിശേഷത്തെ നമ്മളെ പഠിപ്പിക്കുന്നത്. മനു ഒന്നില്ലേ അനുയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക. എന്തായാലും മനു പള്ളിയിൽ പോകണമെന്നോ ദൈവത്തിൽ വിശ്വസിക്കണമെന്നോ ഞാൻ പറയുന്നില്ല. ഇന്ന് വൈകുന്നേരം ഞങ്ങളോട് ബാഡ്മിന്റൺ കളിക്കാൻ പറഞ്ഞു. അതെ, ഞാനിന്ന് വൈകുന്നേരം കോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നോക്കാം. അല്ല,
ജോമോൻ ഇല്ലാത്ത സ്ഥിതിക്ക് പത്രോസിൻ്റെ റോളിന് നമുക്കൊരാളെ കിട്ടണ്ടേ? ലീച്ചേട്ടന് മനുവിനെ അറിയില്ലേ? പുള്ളി ആ റോളിൽ തകർക്കും. ഞാൻ പുള്ളിയുടെ പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. അതെ, ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ മനു വരുമോ? മനു ആകെ ഡിപ്രസ്ഡാണ്. ഈയിടെ ഞങ്ങളോട് ബാഡ്മിൻ്റൺ കളിക്കാൻ വരാറുണ്ട്. ഞാൻ ചോദിച്ചു നോക്കാം. ഒരുപക്ഷെ മനുവിനെ ഇത് വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കും. മനു, വീട്ടിൽ നാടക പ്രാക്ടീസ് ഉണ്ട്, വരുന്നോ? ഓ ഞാനില്ല. വന്നേ, കലോത്സവത്തിന്റെ പ്രാക്ടീസാ. ഒത്തിരി ആളുകളൊക്കെ ഉണ്ട്. നല്ല രസമായിരിക്കും. ഓ അതൊക്കെ പാടായിരിക്കും. വന്നേ, ചുമ്മാ സമയം പോകല്ലേ. വേറെ പരിപാടി നോക്കില്ലോ. വാ വാ. എന്നാ നോക്കാം. എന്നിനി കാത്തല്ലോ ഏറ്റങ്ങളീശാതെ തിരി എന്നതും പാഴായിട്ടേകുന്നു ദൈവമേ. തിരി നാണമില്ലാതുള്ള നായനുണ്ടാതിക്ക് തിരി നാളിലെ കോളിലെ നന്നായി ചൊല്ലിലെ തിരി നീ പാപം ചെയ്തിരിക്കുന്നു. ദൈവസന്നിധിയിൽ ഇനി നിനക്ക് സ്ഥാനമില്ല. അതെ, എനിക്ക് മാപ്പില്ല. എനിക്ക് ദൈവസന്നിധിയിലേക്ക് മടങ്ങാനാകില്ല. റെഡി, കുറച്ചുകൂടെ ഇമോഷണൽ ആയിട്ടത് പറയണേ. നീ പാപം ചെയ്തിരിക്കുന്നു. നിനക്ക് ദൈവസന്നിധിയിൽ ഇനി സ്ഥാനമില്ല. അതെ, മാപ്പില്ല. എനിക്ക് മാപ്പില്ല. എനിക്ക് ദൈവസന്നിധിയിലേക്ക് മടങ്ങാനാകില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവനെ അവിടുന്ന് സംരക്ഷിക്കും. കൊള്ളാം. ലീച്ചേട്ടാ, ഇതാ ഞാൻ പറഞ്ഞ മനു. ഹലോ മനു. പത്രോസിൻ്റെ വേഷം ചെയ്യാനായിട്ട് പലരെ ഞങ്ങൾ നോക്കി. മനു ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അയ്യോ അതൊന്നും ശരിയാവില്ല. ഞാൻ ടോണി വിളിച്ചപ്പോൾ വെറുതെ ഇതൊക്കെ ഒന്ന് കാണാൻ വന്നാ. മനു പ്ലീസ്, മനുവിനെ പറ്റും. പഴയ മനുവിനെ ഞങ്ങൾക്ക് അറിയാൻ പാടില്ലേ? പ്ലീസ് മനു, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ശരി, ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ. ഇത് ലാസ്റ്റ് സീൻ. ഓക്കെ ഓക്കെ ആണല്ലോ. ഓ എൻ്റെ ദൈവമേ, ഞാൻ എങ്ങനെ അങ്ങേ തള്ളിപ്പറഞ്ഞു, അതും 3 തവണ. എന്നോട് ശപിക്കണമേ എൻ്റെ കർത്താവേ, എന്നോട് കരുണയുള്ളവനായിരിക്കണമേ, എനിക്ക് പാപം തരണമേ. എന്താണ് എല്ലാരും ഭയങ്കര പണിയിലാണല്ലോ. അതെ, ഇതെല്ലാം തീർക്കണ്ടേ. പക്ഷെ കലോത്സവം അത് നമ്മൾ തകർത്തു. അതെ, നാടകം തീർത്തു. മനു, എന്തായിരുന്നു പെർഫോമൻസ്? താങ്ക്സ് ഗൈസ് ഫോർ എവറിഥിങ്. ഐ മീൻ ഇറ്റ്. എനിക്ക് നിങ്ങളോടുള്ള കടപ്പാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എൻ്റെ കർത്താവാണ് ടോണിയെയും വീണയും പള്ളി വെച്ച് കാണാൻ ഇടയാക്കിയത്. അതുകൊണ്ട് എനിക്കെൻ്റെ മനുവിനെ തിരിച്ചു കിട്ടി. നമ്മുടെ കടപ്പാട് ഇന്നും ദൈവത്തോടായിരിക്കണം. തീർച്ചയായും അതങ്ങനെയാണ്. നമ്മുടെ വിശ്വാസത്തിലൂടെ പരസ്പരം ആശ്വസിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും അല്ലേ പൗലോസ്ലീഹ പറയുന്നത്? ഒരു നാൾ ദൈവത്തെ ഞാൻ കാണാനാകാതിരിക്കുകയും അങ്ങേയറ്റം തളരുകയും ചെയ്തു. പക്ഷേ എൻ്റെ സുഹൃത്തുക്കളും കുടുംബവും എനിക്ക് തിരികെ വഴികാട്ടി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരിലൂടെയായിരുന്നു ദൈവത്തിൻ്റെ കൈത്താങ്ങ്.